പ്ലാസ്റ്റിക് മാസ്ക് ഇട്ട ഒരു മീനിനെ കണ്ടു. വലയിൽ കുടുങ്ങും മുൻപേ വായിൽ കുരുങ്ങി ചത്തുപോയത്. പുഴതീരങ്ങളിൽ, കടലാഴങ്ങളിൽ, കാടകങ്ങളിൽ, ഇടവഴികളിൽ, നിരത്തോരങ്ങളിൽ, മൺകീഴിൽ എവിടെയും കുന്നുകൂടുന്ന കൊടിയ വിഷം. പ്ലാസ്റ്റിക്കിനെ മറ്റെങ്ങനെ നിർവചിക്കാനാണ്? ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്ലാസ്റ്റിക്കിനെ പൊരുതി തോൽപ്പിക്കുക എന്നുള്ളതാണ്. അത് പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ്. ഒരു മനുഷ്യൻ രാവിലെ ഉണരുമ്പോൾ മുതൽ അവൻ ഉറങ്ങുമ്പോൾ വരെ നിരവധി പ്ലാസ്റ്റിക് വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് മലിനീകാരകമാകുന്നത്, പ്ലാസ്റ്റിക് ഒരു പൊല്യൂട്ടൻ്റ് ആകുന്നത് പലപ്പോഴും നമ്മൾ ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്നാണ് ഏറ്റവും വലിയ ഭീഷണി പരിസ്ഥിതിക്ക് ഉണ്ടാകുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും സർവ്വവ്യാപിയായ വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം പ്ലാസ്റ്റിക്കാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും വില കുറവാണ്, ഏറ്റവും കാലം നിലനിൽക്കുന്ന ഒരു വസ്തുവാണ്. അത് ഏത് പരിസ്ഥിതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. നിരവധി വസ്തുക്കൾ അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ പ്ലാസ്റ്റിക്കിനുണ്ട്. ഈ ഗുണങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പരിസ്ഥിതിക്ക് ഹാനികരമായിട്ട് മാറുന്നത്. ഉദാഹരണം, ഭൂമിയിലും പ്രകൃതിയിലും ഇത് വളരെ കാലം നിലനിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെ നിലനിൽക്കുന്ന വസ്തുവിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളിലേക്ക് പൂർണ്ണമായും നാം എത്തിയിട്ടില്ല എന്നതും കൂടി കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഒരു മാലിന്യമായി പ്ലാസ്റ്റിക് മാറുന്നു എന്നതാണ് സത്യം. ഇന്ന് പ്ലാസ്റ്റിക് ലോകത്ത് ഏറ്റവും അധികം ഉണ്ടാക്കപ്പെടുന്ന ഒരു അസംസ്കൃത വസ്തുവും പ്ലാസ്റ്റിക്കാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ പ്ലാസ്റ്റിക് എല്ലാം ഉണ്ടാക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നാണ്. ഈ പ്ലാസ്റ്റിക്കുകൾക്ക് നിരവധി രൂപഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ശൂന്യാകാശ വാഹനങ്ങളിലും നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലെ ടെഫ്ലോൺ ഉൾപ്പെടെ പല വസ്തുക്കളും പ്ലാസ്റ്റിക്കിൻ്റെ പല വകഭേദങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവും പ്ലാസ്റ്റിക്കാണ്. ലോകത്തെ പ്ലാസ്റ്റിക് ഉൽപ്പാദനം ഏതാണ്ട് 400 ദശലക്ഷം ടണ്ണാണ്. ഇന്നത്തെ വികസന ആവശ്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ 2050 1100 ദശലക്ഷം മെട്രിക് ടൺ ആകുമെന്നുള്ളതാണ് കണക്ക്. അങ്ങനെ വരുമ്പോൾ ലോകത്ത് ഏറ്റവും അധികം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുവായി പ്ലാസ്റ്റിക് മാറും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, പെട്ടെന്ന് വികസിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പാദനം കുറയ്ക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിലയിൽ ലോകത്തെ പ്ലാസ്റ്റിക് ഉൽപ്പാദനത്തിൻ്റെ 20% നടക്കുന്നത് ഇന്ത്യയിലാണ്. അതുമാത്രമല്ല, ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളാകുന്നു എന്നുള്ളതല്ല അർത്ഥം. നമ്മൾ പ്ലാസ്റ്റിക് നമുക്ക് കൈകാര്യം ചെയ്യാത്ത അത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ബാക്കി വരുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ, പ്രത്യേകിച്ചും നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന നമ്മൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ വസ്തുക്കളാണ് ഏറ്റവും അധികം പ്രകൃതിയിലേക്ക് തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ്. ഇവയാണ് നമുക്ക് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നല്ലൊരു ശതമാനവും അവസാനം എത്തിച്ചേരുക കടലിലേക്കാണ്.
കരയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമ്പോൾ കടലിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരിക്കലും നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കടലിലെത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലപ്പോഴും തിരയുടെ ശക്തി കൊണ്ടും ചെറിയ കഷ്ണങ്ങളായി മാറി പലപ്പോഴും കടലിൻ്റെ അടിത്തട്ടിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് സ്ഥിരമായി കാണുന്നത്. നീലക്കടൽ മീതെ ഇളകിപ്പരക്കുന്ന ശാന്തതയെ തെല്ലുലയ്ക്കുന്നത് തിരയിളക്കമാണ്. കീഴെ കടലിനഗാധമാം നീലിമയിൽ ഉള്ളുനീറ്റുന്ന കാഴ്ചകളാണ്. ആഴങ്ങളിൽ പ്ലാസ്റ്റിക് കുന്നുകൾ ഉറച്ചു പൊങ്ങുന്നുണ്ട്. കടലിലെ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരയിലെ മാലിന്യത്തിനേക്കാളും കൂടുതൽ എന്താ പറയുക, വളരെയേറെ പ്രോബ്ലം സൃഷ്ടിക്കുന്ന ഒന്നാണ്. കാരണം കരയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവയെ നമുക്ക് തിരിച്ചറിയാനും നമുക്ക് അവയെ സെഗ്രിഗേറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് നമുക്ക് അവയെ പല രീതിയിൽ പുനരുപയോഗിക്കാനും അതിൽ പുനഃചംക്രമണം ചെയ്യാനും നമുക്ക് സാധിക്കും. എന്നാൽ കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല രീതിയിലുള്ള എന്താ പറയുക ഉപകരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പല ലെവലിലായിരിക്കും കടലിൽ കാണുന്നത്. കടലിൻ്റെ തീരത്ത് കാണും, കടലിൻ്റെ മേൽത്തട്ടിലുള്ള വെള്ളത്തിൽ കാണും, അടിയിൽ തട്ടിൽ കാണും, ഡീപ് സീയിൽ കാണും, സെഡിമെൻറ്റിൽ കാണും. അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ നിന്നും കടലിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കടലിലെത്തുന്നതും കരയിൽ നിൽക്കുന്നതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പ്രകൃതിക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം വസ്തുക്കൾ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ മറ്റു ജീവികളുടെ ആഹാരമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് കടലിൽ പലപ്പോഴും നാം കാണാറില്ല. ഞങ്ങൾ അടുത്ത കാലത്ത് കേരള സർവകലാശാല നടത്തിയിട്ടുള്ള അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം നടത്തിയിട്ടുള്ള പല പഠനങ്ങളും കാണിക്കുന്നത് കടലിലെ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം വളരെ അധികം ആണ് എന്നുള്ളതാണ്. അത് ആഗോളതലത്തിലും അങ്ങനെയാണ്. കാരണം പ്രത്യേകിച്ചും കരയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ കരയിലിടുന്നതിന് പുറമെ കുഴിച്ചു മൂടപ്പെടുന്നവയിൽ നിന്നും അതുപോലെ തന്നെ ജലനിർഗമന ചാനലുകൾ വഴിയും ഒക്കെ തന്നെ ആത്യന്തികമായി പുഴകൾ വഴിയും ആത്യന്തികമായി കായലുകളിലും കടലിലുമാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നല്ലൊരു ശതമാനവും അവസാനം കടലിലെത്തുന്നു എന്നുള്ളതാണ്. കടലിൽ എത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പ്രധാനമായിട്ടും കരയിലില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കടലിൽ കഴിയും എന്നുള്ളതാണ്. തിരമാലയുടെ ഊർജ്ജമുണ്ട്, സമുദ്രജല പ്രവാഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ ഒരു പ്രദേശത്ത് നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് സമുദ്രജല പ്രവാഹങ്ങൾ വഴി യാത്ര ചെയ്യും. സമുദ്രജല ചുഴികളുണ്ട്. ഇത്തരം ചുഴികളിലാണ് ലോകത്ത് കടലിലേക്ക് എത്തുന്ന മാലിന്യങ്ങളുടെ നല്ലൊരു ശതമാനവും ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ചുഴികളിൽ ഈ സമുദ്രജല പ്രവാഹങ്ങൾ കൊണ്ടെത്തിക്കുന്ന ചുഴികളിൽ ലോകത്ത് ദശലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അവയെല്ലാം അവിടെ സ്ഥിരമായി തന്നെ ചുഴിയുടെ ഒരു പാറ്റേൺ കാരണം അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോകത്തെ മാലിന്യ ചുഴികൾ ഉള്ള പ്രധാന പ്രദേശങ്ങളിലൊന്ന് പസഫിക് സമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാത്രം കാണപ്പെടുന്ന ചുഴികൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ സമുദ്രജല പ്രവാഹങ്ങൾ വഴി ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തിച്ചേരും എന്നുള്ളതാണ്. ലോകത്ത് അത്തരം എത്തിച്ചേരുന്ന ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം ഒരു കഥ എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ഒരു കപ്പൽ അപകടം നടന്നിട്ട് നമ്മൾ ഈ കടലിലേക്ക് എത്തിയ ടോയ്സ് ഉണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്, പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ. അത് വർഷങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ തിരമാലയുടെ ഊർജ്ജത്തിൻ്റെ സഹായത്തോടുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുന്നു. ചിലപ്പോൾ അതിസൂക്ഷ്മമായ കണങ്ങളായിട്ട് മാറുന്നു. അവയെ മൈക്രോ പ്ലാസ്റ്റിക്കുകളെന്നും നാനോ പ്ലാസ്റ്റിക്കുകളെന്നും ഒക്കെ പറയാം. പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പൊതുവേ പറയുന്നതിനേക്കാളും മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സാധനം. അപ്പോൾ എന്താണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ്? ലെസ് ദാൻ 5 മില്ലിമീറ്റർ ഇൻ സൈസ് വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇനി ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടായി വരുന്നത്? നമ്മൾ ഈ വലിയ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ അല്ലേ, ആ ബക്കറ്റ്, നമ്മളെ പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക് നമ്മളെ റെയിൻ കോട്ട്, നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായ നമ്മുടെ ബ്രഷ്,
അങ്ങനത്തെ പല സാധനങ്ങളും, നമ്മുടെ ചെരുപ്പുകൾ, നമ്മുടെ കാറിൻ്റെ സീറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ അത് മുറിഞ്ഞു പോവുക. അവിടെ പലതരത്തിൽ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. അതായത് സൂര്യരശ്മി, അൾട്രാവയലറ്റ് റേസ് കാരണം അത് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. കടലിൽ കിടക്കുകയാണെങ്കിൽ വേവ് ആക്ഷൻ കാരണം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. പാറയിലൊക്കെ ഉരസിയിട്ട് അത് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തിൽ ഈ വലിയ പ്ലാസ്റ്റിക് സാധനങ്ങൾ അത് ഡീഗ്രേഡ് ചെയ്ത് മുറിഞ്ഞ് ചെറിയ ചെറിയ പ്ലാസ്റ്റിക്, മെഗാ പ്ലാസ്റ്റിക്സ്, മീസോ പ്ലാസ്റ്റിക്സ്, പിന്നെ മൈക്രോ പ്ലാസ്റ്റിക്സ്. മൈക്രോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ദാൻ 5 മില്ലിമീറ്റർ ഇൻ സൈസ് വരുന്ന പ്ലാസ്റ്റിക് ചെറിയ കണികകളായിട്ട് മാറുകയാണ്. അപ്പം നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ അസാധ്യമായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതിസൂക്ഷ്മ പ്ലാസ്റ്റിക്കുകൾ മുൻധാരണയ്ക്കൊക്കെ വിരുദ്ധമായിട്ട് ശരീരത്തിനകത്ത് നമ്മുടെ രക്തപ്രവാഹങ്ങളിലേക്കൊക്കെ കടന്നു കയറുകയും നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളിലേക്കും, അത് തലച്ചോർ ഉൾപ്പെടെയുള്ള നമ്മുടെ ദഹന വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ലിവർ, അതുപോലെ തന്നെ ബ്രെയിന്, ഇങ്ങനെയുള്ള സകല അവയവങ്ങളിലേക്കും കടന്നു കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ നമ്മോട് പറയുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് തന്നെ പല ഷേപ്പിൽ വരുന്നുണ്ട്. അതായത് ഫൈബേഴ്സ് ഉണ്ട്, നൂല് പോലത്തെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്, നൂല് പോലെ കിടക്കും എന്ന് വെച്ചാൽ നമ്മളെ മുടിയേക്കാളും വളരെ തിന്നായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. പിന്നെ ഫ്രാഗ്മെൻറ്റ് വരും, നല്ല കട്ടിയുള്ള ഫ്രാഗ്മെൻറ്റ് വരും, ഫിലിം വരും. ഈ കവറൊക്കെ നമുക്കിങ്ങനെ മുറിഞ്ഞ് കിടക്കുന്നത് ഫിലിമായിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. പിന്നെ ഫോം വരും, പിന്നെ അതുപോലെ പെല്ലറ്റ് വരും. പെല്ലറ്റ് നല്ല ഉരുണ്ട് കാണുന്ന സാധനത്തിനാണ് നമ്മൾ പെല്ലറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ് പൊതുവായിട്ട് ഒരു പലതരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. അത്തരം മാലിന്യങ്ങൾ വളരെ ശക്തമായിട്ട് നമ്മുടെ പരിസ്ഥിതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. പ്രത്യേകം ജീവികൾക്കെല്ലാം അതൊരു വലിയ ഭീഷണിയായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് എഗെയിൻ പക്ഷികളാവട്ടെ, സീബേർഡ്സ് ആവട്ടെ, ഫിഷസ് ആവട്ടെ, ഷാർക്ക്, മാമൽസ്, ചെറിയ മത്സ്യങ്ങൾ, ഇവയെ ഭക്ഷിക്കുന്നുണ്ട്. രണ്ട് തരത്തിൽ ഇതിനൊക്കെ ഈ പ്ലാസ്റ്റിക്കിനെ ഭക്ഷിക്കാൻ സാധിക്കും. ഒന്ന്, ഇത് പ്ലാസ്റ്റിക് ആണെന്ന് അറിയാതെ ഇത് ഭക്ഷിക്കും. കാരണം ഇതിൻ്റെ പുറത്ത് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസും സാധനങ്ങളും എണ്ണയും ഒക്കെ വന്നടിഞ്ഞ് പ്ലാങ്ക്ടൻസ് ഒക്കെ ഇതിൻ്റെ പുറത്ത് ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ ഒരു പച്ച നിറമാണെന്ന് കണ്ട് അതിൻ്റെ തന്നെ ഭക്ഷണമാണെന്ന് കണ്ടിട്ട് അതെടുത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ കഴിക്കും. പിന്നെ അൺനോയിങ്ങിലിയും ഇതിൻ്റെ വയറിൽ ചെന്ന് പറ്റാം. കാരണം വാ തുറന്നിട്ട് ഇങ്ങനെ നീന്തുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം എടുക്കുമ്പോൾ അതിൻ്റെ ഇരയുടെ കൂടെ തന്നെ ഇത് കയറിപ്പോവാം. അതല്ലാതെ തന്നെ മൈക്രോ പ്ലാസ്റ്റിക് കഴിച്ച ഒരു ഇരയെ പിടിച്ച് വേറൊരു മത്സ്യം പിടിച്ച് വിഴുങ്ങുവാണെങ്കിൽ അങ്ങനെയും ഇതിൻ്റെ ശരീരത്തിനുള്ളിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക്കിന് കടന്നു ചെല്ലാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക് കടന്നു ചെല്ലുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇവ ചെറിയ കഷ്ണങ്ങളായി കടലിൽ എക്കാലവും ഉണ്ടാകും. അങ്ങനെ ചെറിയ കഷ്ണങ്ങളായി കാണുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ മുകളിൽ സ്വാഭാവികമായിട്ടും മറ്റ് മലിനീകാരകങ്ങൾ അടിഞ്ഞുകൂടും എന്നുള്ളതാണ്. അതിനകത്ത് പെസ്റ്റിസൈഡുകൾ ഉണ്ടാകാം, മറ്റ് ഖനലോഹങ്ങൾ ഉണ്ടാകാം, മറ്റ് രോഗം പരത്തുന്ന രോഗാണുക്കൾ ഉണ്ടാകാം, പാത്തജൻസ് ഉണ്ടാകാം. അത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയൊരു കോളനിക്ക്, ഒരു ജൈവ കോളനിക്കാണ്, ഒരു ബയോഫിലിമിനാണ് പ്ലാസ്റ്റിസ്ഫിയർ എന്നാണ് പറയുക. അങ്ങനെ നോക്കുമ്പോൾ ഓരോ പ്ലാസ്റ്റിക് കഷ്ണങ്ങളിലും നിരവധി രോഗാണുക്കളും കൂടെ അതിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് പലതും രോഗാണുക്കളാണ്, അത് പലതും ആൻറ്റിബയോട്ടിക്കിന് പ്രതിരോധശേഷിയുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാകും എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ നമ്മോട് പറയുന്നത്. അങ്ങനെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ അധികം സർഫസ് ഏരിയ ഉള്ള, പ്രതല വിസ്തീർണമുള്ള ഈ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് പ്രവർത്തിക്കുകയും അത് പുതിയ സൂക്ഷ്മജീവികളുടെ ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറും എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ നമ്മോട് പറയുന്നത്. പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് ആ നേർഡിൽസ് ആയിട്ടാണ് സാധാരണ പ്ലാസ്റ്റിക് ഉണ്ടായി വരുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിനെയാണ് നമ്മൾ അതിനെ ഹയർ പവറിൽ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മളെ കടലിൽ വരുമ്പം ഉണ്ടാകുന്നൊരു മേജർ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൽ ഓൾറെഡി പലതരം കെമിക്കൽസ് ഉണ്ട്. പ്ലാസ്റ്റിസൈസേഴ്സ് ഉണ്ട്, ഡൈസ് ഉണ്ട്, സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്. അതിന് ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങൾ, കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരം കെമിക്കൽസ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തന്നെ.
അപ്പോൾ അതിൻ്റെ കൂടെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് കടലിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കടലിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ നിന്ന് അതിന് എന്തെല്ലാം കെമിക്കൽസ് അതിനെ അബ്സോർബ് ചെയ്തെടുക്കാം അതെല്ലാം അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അത് മൈക്രോ പ്ലാസ്റ്റിക് ആകുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയയും കൂടെ കൂടുന്നത് കാരണം ധാരാളം കെമിക്കൽസ്, ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ്, BSP, ബിസ്ഫിനോൾസ്, അങ്ങനത്തെയൊക്കെ കെമിക്കൽസ്, POP, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്, ഇതെല്ലാം അതിൻ്റെ സറൗണ്ടിങ് വാട്ടറിൽ നിന്ന് അതിനെ അബ്സോർബ് ചെയ്ത് എടുക്കാനുള്ളൊരു കഴിവുണ്ട്. അതാണ് മൈക്രോ പ്ലാസ്റ്റിക്കിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരം വസ്തുക്കളൊക്കെ തന്നെ കടൽ ജീവികൾ ആഹാരമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ലോകത്തെ കടൽ പക്ഷികളിൽ 98% അതിൻ്റെ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ ആമാശയത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളതാണ് കണക്ക് എന്നുള്ളത്. അതുമാത്രമല്ല മിക്കവാറും സമുദ്രജീവികളൊക്കെ തന്നെയും ഈ നേരിട്ടോ അല്ലാതെയോ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ആഹാരമാക്കാറുണ്ട്. അത് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ആമാശയത്തിൽ വെച്ച് തന്നെ പലപ്പോഴും ആഹാരം പോകാൻ സാധിക്കാത്ത വിധത്തിൽ പലപ്പോഴും ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ട്, അടവുണ്ടാകുന്നുണ്ട്. ചില സമയത്ത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശരീരത്തിൽ കുടുങ്ങിയിട്ട് ഇവ മരണപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല ഈ പ്ലാസ്റ്റിക്കുകൾ ഒരു കട്ടിയുള്ള വസ്തുവാണ്. ഇതിനെ മൃദുവാക്കാനായിട്ടും നിറം ചേർക്കാനായിട്ടും നിരവധി രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക്കിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 150-ലധികം രാസവസ്തുക്കൾ പലതരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളിലും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഥാലേറ്റുകൾ പോലെയുള്ള മാരകമായ വിഷവസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഈ നിറം ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഖനലോഹങ്ങളുണ്ട്. ഇവയെല്ലാം ആത്യന്തികമായിട്ട് ജീവികളുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു കയറുന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പം ഇത്തരം മൈക്രോ പ്ലാസ്റ്റിക്സിന് നമ്മളെ കടലിലുള്ള ജീവജാലങ്ങൾ, അത് ചെറിയ പ്ലാങ്ക്ടൺ ആവട്ടെ, സൂ പ്ലാങ്ക്ടൺ ആവട്ടെ, അത് തൊട്ട് ചെറിയ മത്സ്യങ്ങളാവട്ടെ, ജെല്ലി ഫിഷ് ആകുമ്പോൾ അത് ധാരാളം എടുക്കും. കാരണം അതിൻ്റെ മ്യൂക്കസ് സെക്രീഷൻ കാരണം ഒരുപാട് അത് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് അതിൻ്റെ ദേഹത്തും സെക്രീറ്റ് അകത്തൂടെയും ഉള്ളിലും പോകാറുണ്ട്. പിന്നെ മാത്രമല്ല ചെറിയ ചെറിയ മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ, പിന്നെ നമ്മുടെ വെയിൽസ്, മാമൽസ് തന്നെ, അതിൽ വെയിൽസിലുണ്ട്, ഷാർക്കിലുണ്ട്, റേസിലുണ്ട്, പിന്നെ ഇങ്ങനെ പല നമ്മൾ കഴിക്കുന്ന എഡിബിൾ ഫിഷസ് ഉണ്ട്. ഞങ്ങളുടെ പല വർക്കിലും, അതായത് ഞങ്ങൾ എഡിബിൾ ഫിഷസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചൂര, മത്തി പോലുള്ള മത്സ്യങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മൈക്രോ പ്ലാസ്റ്റിക് അതിൻ്റെ. അപ്പോൾ അതിലുമൊക്കെ കാണുന്നത് എല്ലാത്തിലും അതിൻ്റെ വയറിൽ നിറയെ വയറിൽ മാത്രമല്ല, നമ്മൾ അതിൻ്റെ കുടലെടുത്ത് കളഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക് പോകുമല്ലോ എന്ന് നമുക്ക് ധരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചെയ്തിട്ടുള്ളതിൽ മസിൽ ടിഷ്യൂവിനകത്ത്, ആ ഫ്ലഷ്, നമ്മൾ കഴിക്കുന്ന ഫ്ലഷിനകത്ത് വരെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമ്മൾ കാണാൻ പറ്റുന്നത് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ്. അധികവും ഫൈബേഴ്സാണ് മസിലിനകത്ത് കയറുന്നത്. കാരണം മസിലിനകത്തോട്ട് കയറുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സും ഉണ്ട്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് പിന്നെയും ഡീഗ്രേഡ് ചെയ്ത് ലെസ് ദാൻ 1 മൈക്രോമീറ്റർ വരുമ്പോഴത്തേക്കും, 0.1 മൈക്രോമീറ്റർ വരുമ്പോഴത്തേക്കും അത് നാനോ പ്ലാസ്റ്റിക് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഈ നാനോ പ്ലാസ്റ്റിക്സും ധാരാളമായിട്ട് കാണാം. അത് ഈവൻ ബ്ലഡിൽ തന്നെ സർക്കുലേറ്റ് ചെയ്ത് ടിഷ്യൂവിനകത്തൊക്കെ കയറി പെനിട്രേറ്റ് ചെയ്ത് കയറും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കടലിലെ ഏത് വിഭവം എടുത്ത് കഴിച്ചാലും അതിലെല്ലാം മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ ഞങ്ങൾ കടലിൻ്റെ അടിത്തട്ടിൽ കുറച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ ഏതാണ്ട് 50 മീറ്റർ വരെയുള്ള പ്രദേശങ്ങൾ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് വളരെയധികം ഭയാനകമായ ചില ചിത്രങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തരം പ്രദേശങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് വലിയ കൂമ്പാരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് നമ്മുടെ പുഴകളാണ്, നമ്മുടെ ജലനിർഗമന ചാലുകളാണ്, സ്യൂവേജ് കനാൽസാണ്. ഇതെല്ലാം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രധാനമായിട്ടും മത്സ്യം പിടിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥകളിലേക്കൊക്കെ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണം, ഏറ്റവും അധികം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടുന്നൊരു മേഖലയാണ് പാറപ്പാരുകൾ. അപ്പോൾ ഈ പാറപ്പാരുകളിലൊക്കെ തന്നെ ഇന്ന് നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. പല ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അവർക്ക് ജീവിക്കാൻ വയ്യാത്ത, പ്രജനനം നടത്താൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് ഈ സാഹചര്യം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനങ്ങൾ കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് ഈ മാലിന്യങ്ങളൊക്കെ തന്നെയും പലപ്പോഴും കടലിൻ്റെ അടിത്തട്ടിലേക്കും കൂടി പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കരയിൽ നിന്നാൽ ഈ കടലിനകത്ത് ഇത്രയധികം മാലിന്യമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ തീരപ്രദേശങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നിന്ന് പുറത്തേക്ക് വരുന്ന നിരവധി മാലിന്യങ്ങൾ, സ്പൂണുകൾ ഉൾപ്പെടെ, പിന്നെ നമുക്ക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെ ആത്യന്തികമായിട്ട് ഇവയെല്ലാം കടലിലേക്ക് എത്തുന്ന ഒരു പതിവ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ അമിതമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഒപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് നടക്കുന്ന, മത്സ്യബന്ധനം നടക്കുന്ന മേഖലയിലൊക്കെ തന്നെയും നിരവധി അളവിൽ നമുക്ക് പ്രേതവലകൾ, ഘോസ് നെറ്റുകൾ കാണാൻ കഴിയും. ഈ പ്രേതവലകളൊക്കെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പാറപ്പാരുകളെല്ലാം മൂടിയിട്ടുണ്ട്. നമുക്ക് 2 സ്ഥലങ്ങളിലാണ് ഈ പ്രധാനമായിട്ട് നമുക്ക് കപ്പൽ ഛേദങ്ങളുള്ളത്. പഴയ കപ്പലുകൾ ഉള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും മത്സ്യങ്ങളുടെ ഒരു വലിയൊരു ഒളിത്താവളമായിട്ടും ജൈവവൈവിധ്യ കേന്ദ്രങ്ങളായിട്ടും പിന്നീട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലും നിറയെ ഈ വലകളാണ്.
വലകൾ മൂടിയിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ജീവികളുടെ സ്വതന്ത്രമായ വിഹാരത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെ തന്നെ വലിയ തടസ്സമായിട്ട് ഈ പ്രേതവലകൾ മാറിയിട്ടുണ്ട്. അവയെ നീക്കം ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട വെല്ലുവിളിയുമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കടലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് മൈക്രോ പ്ലാസ്റ്റിക് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സ്റ്റഡീസ് ഞങ്ങൾ ഡീപ് സീ ഫിഷസിൻ്റെ ഞങ്ങൾ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ടോൾ ബൈറ്റ് ക്യാച്ചിൽ, അതായത് ലെസ് ദാൻ 100 മീറ്റർ ഡെപ്തിൽ വരുന്ന ടോൾ ബൈറ്റ് ക്യാച്ചിൽ കിട്ടുന്ന ഫിഷസിൻ്റെ മൈക്രോ പ്ലാസ്റ്റിക് സ്റ്റഡീസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കുന്നത് ധാരാളം ക്വാണ്ടിറ്റി മൈക്രോ പ്ലാസ്റ്റിക്സ് ഈ ഡീപ് സീ ഫിഷിൽ കാണുന്നതാണ്. പിന്നെ അല്ലാതെ എഡിബിൾ ഫിഷിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ബൈവാൽവ്സിൽ ചെയ്തിട്ടുണ്ട്, കക്കയിലൊക്കെ ഞങ്ങൾ അഷ്ടമുടി കായലിൽ കക്കയിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഫിഷിന് നമ്മളിപ്പോൾ ഫാം ചെയ്യുന്ന ഫിഷിനും അക്വേറിയത്തിലുള്ള ഫിഷിനും ഒക്കെ നമ്മൾ ഫീഡ് കൊടുക്കുമല്ലോ, റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫീഡ് കൊടുക്കുമല്ലോ. ആ ഫീഡ് എടുത്ത് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ആ ഫീഡിലും കാണുന്നത് നിറയെ മൈക്രോ പ്ലാസ്റ്റിക്കാണ്. കാരണം ഈ ഫിഷിനെ കടലിൽ നിന്ന് കിട്ടുന്ന ടോൾ ബൈറ്റ് ക്യാച്ചിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഫിഷ് ഫീഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫിഷ് ഫീഡിലും തീർച്ചയായിട്ടും മൈക്രോ പ്ലാസ്റ്റിക് കാണും. ആ മൈക്രോ പ്ലാസ്റ്റിക് എന്തായാലും ഫിഷ് ഫീഡിൽ വരും. അപ്പം ഈ ഫിഷ് ഫീഡ് മത്സ്യങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെയും മൈക്രോ പ്ലാസ്റ്റിക് ചെന്ന് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലും മൈക്രോ പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. കേരള സർവകലാശാല കേരള തീരത്ത് കടലിൻ്റെ അടിത്തട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പറ്റിയിട്ട് അടുത്ത കാലത്ത് ഒരു വിശദമായ പഠനം നടത്തിയിരുന്നു. ഈ പഠനം നമ്മോട് പറയുന്നത് പ്രധാനമായിട്ടും ഈ മാലിന്യങ്ങളൊക്കെ തന്നെയും കടലിൻ്റെ അടിത്തട്ടിലേക്ക് വ്യാപകമായി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, പ്രധാനമായിട്ടും മത്സ്യബന്ധനം നടക്കുന്ന മേഖലകളിൽ ജൈവസമ്പന്നമായ പ്രദേശങ്ങളിലൊക്കെ ഇവയുടെ സാന്നിധ്യം വളരെയധികം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണം 50 മീറ്റർ മുതൽ 100 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട മത്സ്യകേന്ദ്രങ്ങൾ, മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളിലും മത്സ്യങ്ങളുടെ പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇന്ന് നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ഇത് പലപ്പോഴും ജീവികളുടെ സ്വതന്ത്ര വിഹാരത്തിനും അവയുടെ പ്രജനനത്തിനും അവയുടെ സ്വതന്ത്രമായ ജീവിതത്തിനും ഒക്കെ തന്നെ വളരെയധികം തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഈ വലകളിൽ, മത്സ്യബന്ധന വലകളിൽ ജീവികളോടൊപ്പം കിട്ടുന്നത് നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ഇത് നമ്മൾ വേളി തടാകത്തിൽ നിന്നും അഷ്ടമുടിയിൽ നിന്നും വേമ്പനാടിൽ നിന്നുമൊക്കെ ഇത്തരം വലകളുടെ സാന്നിധ്യം, മത്സ്യബന്ധന വലകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാം. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും എല്ലാവരും ചോദിക്കും പ്ലാസ്റ്റിക്കിനെ അങ്ങ് ബാൻ ചെയ്തൂടെ. ബാൻ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴും നമ്മൾ വണ്ടി കയറുമ്പോൾ നമ്മുടെ ചെരുപ്പ് ഇതിലെല്ലാത്തിലും പ്ലാസ്റ്റിക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പ്ലാസ്റ്റിക്കിനെ ടോട്ടലായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പുനരുപയോഗിക്കുക. നമ്മൾ 5R 7R ഒക്കെ നമ്മൾ പറയും, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ അതിനെ റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പുനഃചംക്രമണം ചെയ്യുക. ഇതൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കടലിലെത്തിക്കഴിഞ്ഞാൽ ഇത്തരം മാലിന്യങ്ങളെ പമ്പ് ചെയ്ത് മാറ്റാനോ എടുത്തു മാറ്റാനോ പ്രായോഗികമായിട്ട് നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കടമ. ഓരോരുത്തരും നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഇതിന് നമുക്ക് ഒരു അവസാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കഴിയുന്നതും പബ്ലിക് പ്ലേസിലൊന്നും നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം കൂടെ വേസ്റ്റ് എടുത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുക. പ്ലാസ്റ്റിക് സ്ട്രോസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. പ്ലാസ്റ്റിക് പെൻ, യൂസ് ആൻഡ് ത്രൂ പെൻ കഴിയുന്നത് യൂസ് ചെയ്യാതിരിക്കുക. ഒന്നും നിങ്ങൾ റീഫിൽ വാങ്ങിച്ചിടൂ, ഇല്ലെങ്കിൽ ഇങ്ക് പെൻ യൂസ് ചെയ്യൂ. അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും അവനവനും സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം സാധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഭൂമിയെയും നമ്മുടെ കടലിനെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.